എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിയ ശേഷം കോളേജിൽ നിന്നും TC ഒഴികെയുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്കകം തന്നെ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് എന്ന് കരുതുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളിവിടെ ഈ ഒരു കോളേജിൽ ഏതൊരു വിദ്യാർത്ഥിയായാലും പെർമനൻറ്റ് അഡ്മിഷൻ ഇപ്പോൾ ഓപ്ഷൻ ലഭിച്ച ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയും നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്ന് കരുതുക. അതായത് ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ വേണ്ട എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ ഓപ്ഷൻ വേണ്ട എങ്കിൽ മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹയർ ഓപ്ഷൻസ് ഒന്നും ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 5-ാം തീയതിയല്ല, ഈ ഒരു 2-ാം തീയതി വൈകുന്നേരം 5 മണിവരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസും റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനിൽ 2ഉം 4ഉം ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വേണ്ടാതുള്ളൂ, അങ്ങനെയെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ഒരു ഉദാഹരണത്തിന് 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ നഷ്ടപ്പെടുകയും പിന്നീട് ഈ ഒരു 2ാമതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഹയർ ഓപ്ഷൻസിൽ എല്ലാം വേണ്ടത് തന്നെയാണെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അത് നിലനിർത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് ഓപ്ഷൻ ലഭിക്കുന്ന ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് ജൂലൈ 5-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു 3ാമത്തെ അലോട്ട്മെൻറ്റ് 5-ാം തീയതിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജൂലൈ 2-ാം തീയതി അതായത് നാളെ വൈകിട്ട് 3 മണിക്കകം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മുഖ്യഘട്ടത്തിൽ അതായത് 3ാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല, പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഘട്ടത്തിൽ സീറ്റ് ഉണ്ടാവുമെങ്കിലും ഏതൊക്കെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമെന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.